ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ട്രക്ചറൽ ഡിസൈൻ ലെക്ചർ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളായ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ്. സോ ഈ ഒരു മൊഡ്യൂളിലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2ലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ എ ട്രസ് ബേസ്ഡ് അപ്പോൺ ദി സ്ട്രെസ് ഡെവലപ്ഡ്. സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് മെമ്പേഴ്സിനെ സ്ട്രട്ട് എന്നും ടൈ എന്നും ക്ലാസിഫൈ ചെയ്യാം. സ്ട്രട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ആക്സിയലി ലോഡഡ് കംപ്രഷൻ മെമ്പേഴ്സും ടൈ എന്ന് പറയുന്നത് ആക്സിയലി ലോഡഡ് ടെൻഷൻ മെമ്പേഴ്സും ആയിരിക്കും. രണ്ടാമത് ഡിഫൈൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്. ക്ലോസ് 6.1 പേജ് നമ്പർ 32 ഓഫ് IS 800. സോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് റൈറ്റ് ചെയ്യാവുന്നതാണ്. ടെൻഷൻ മെമ്പേഴ്സ് ആർ ദ ലീനിയർ മെമ്പേഴ്സ് ഇൻ വിച്ച് ആക്സിയൽ ഫോഴ്സസ് ആക്ട് കോസ് ഇലോങ്ങേഷൻ. സോ കംപ്രഷൻ മെമ്പറിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഇതിനകത്തില്ല. സോ ഈ ഡെഫിനേഷനൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. കംപ്രഷൻ മെമ്പേഴ്സ് ആർ ദ ലീനിയർ മെമ്പേഴ്സ് ഇൻ വിച്ച് ആക്സിയൽ ഫോഴ്സസ് ആക്ട് കോസസ് കംപ്രഷൻ. അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആക്ച്വൽ ലെങ്ത്, എഫക്റ്റീവ് ലെങ്ത് ആൻഡ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് എ കംപ്രഷൻ മെമ്പർ. സോ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെയും ആക്ച്വൽ ലെങ്ത്തിൻ്റെയും ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലോസ് 1.3.91 നിങ്ങൾക്കൊരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദി ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോളം ആൻഡ് സ്ട്രട്ട്. കോളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ ഇൻ എ ബിൽഡിംഗ് ടു സപ്പോർട്ട് ഫ്ലോസ് ഈസ് കോൾഡ് കോളം ആൻഡ് സ്ട്രട്ട് ഈസ് എ കംപ്രഷൻ മെമ്പർ ഇൻ ദി റൂഫ് ട്രസ്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലേസ്ഡ് കോളത്തിൻ്റെയും ബാറ്റൻഡ് കോളത്തിൻ്റെയും IS കോഡൽ പ്രൊവിഷൻസ് എഴുതാൻ. ഇത് ഒരു ബി പാർട്ടിലോ അല്ലെങ്കിൽ സി പാർട്ടിലോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതിനകത്തൊരു 6 പോയിൻ്റാണ് പ്രതീക്ഷിക്കേണ്ടത്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ അതിൽ 6 പോയിൻ്റ് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. സോ ലേസ് കോളം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ക്ലോസ് 7.6 പേജ് നമ്പർ 48ഉം അതുപോലെ തന്നെ ബാറ്റൻ കോളം ക്ലോസ് 7.7 പേജ് നമ്പർ 50ഉമാണ്. സോ ലേസ്റ്റ് കോളത്തിൻ്റെ പ്രൊവിഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇതിലെ ഏതെങ്കിലും ഇവിടെ തൊട്ട് നിങ്ങൾക്ക് പ്രൊവിഷൻസ് തുടങ്ങുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു 6 പോയിൻ്റ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതുക. ഇനി ഫിഗേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗേഴ്സും വരയ്ക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാറ്റൻ കോളത്തിൻ്റെയും പ്രൊവിഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് ഒരു 6 പോയിന്റ് നിങ്ങൾ നോക്കി വെക്കുക. അതിൻ്റെ ഫിഗറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഗ്രോസ് ഏരിയ, നെറ്റ് ഏരിയ ആൻഡ് നെറ്റ് എഫക്റ്റീവ് ഏരിയ ഓഫ് എ ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത്. സോ ഗ്രോസ് ഏരിയ ഓഫ് എ ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് വിത്തൗട്ട് കൺസിഡറിങ് ബോൾട്ട് ഹോൾ ഇല്ലാതെ ഒരു പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ മെമ്പറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. ആ ഗ്രോസ് ഏരിയയിൽ നിന്നും നമ്മൾ ബോൾട്ടിൻ്റെ ഏരിയ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ ആണ് നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. നെറ്റ് എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇക്വലൻ്റ് ഏരിയ ഓഫ് എ ഇമാജിനറി ലോഡഡ് മെമ്പർ ഓഫ് ഈക്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇത് മൂന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ പ്രൊസീജിയർ ഓഫ് ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ് എഴുതാനായിട്ട്. ഈ കംപ്രഷൻ മെമ്പറിൻ്റെയും അതുപോലെ ടെൻഷൻ മെമ്പറിൻ്റെയും ഡിസൈൻ പ്രൊസീജിയർ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. അത് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കംപ്രഷൻ മെമ്പർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അസ്യൂംഡ് കംപ്രസീവ് സ്ട്രെസ് FCD അസ്യൂം ചെയ്യും. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. സോ ആ ഏരിയ വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റീൽ ടേബിളിൽ നിന്നും നമ്മളൊരു സെക്ഷൻ അഡോപ്റ്റ് ചെയ്യും. ആ സെക്ഷൻ്റെ എൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ സെക്ഷൻ്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആ സ്ലെൻഡർനെസ് റേഷ്യോയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ FCD അല്ലെങ്കിൽ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് നമ്മൾ കോഡിൽ നിന്ന് കണ്ടുപിടിക്കും. ആ കോഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ക്യാരിങ് കപ്പാസിറ്റി PDയും കണ്ടുപിടിക്കാം. സോ FCDയിൽ നിന്ന് നമുക്ക് ഡിസൈൻ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി PD കണ്ടുപിടിക്കാം. സോ ഈ PD എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടേർഡ് ലോഡിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സെക്ഷൻ റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഓഫ് എ കംപ്രഷൻ മെമ്പേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ടെൻഷൻ മെമ്പറിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കും. ടെൻഷൻ മെമ്പറിൻ്റെ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് ഈൽഡിംഗ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കും. സോ ആ ഗ്രോസ് ഏരിയ വെച്ചിട്ട് നമുക്കൊരു സൂട്ടബിൾ ആയിട്ടൊരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സെക്ഷൻ അഡോപ്റ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെൽഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഉള്ള സെക്ഷൻ്റെ സ്ട്രെങ്ത് ഇൻ ഗ്രോസ് ഈൽഡിംഗ്, സ്ട്രെങ്ത് ഇൻ റപ്ചർ ഓഫ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ, സ്ട്രെങ്ത് ഇൻ ബ്ലോക്ക് ഷിയർ എന്നിവ കണ്ടുപിടിക്കും. നമുക്കറിയാം അതിലെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി എന്നത്. സോ ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത നമ്മുടെ ടെൻഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടേർഡ് ലോഡിനേക്കാൾ കൂടുതലായിരിക്കണം.
സോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. സെക്ഷൻ റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇഫ് ഇറ്റ് ഇസ് ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സിമം സ്ലിൻഡർനെസ് റേഷ്യോയുടെ ചെക്ക് ആയിരിക്കും ആസ് പെർ IS 800. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് കംപ്രഷൻ ആൻഡ് ടെൻഷൻ മെമ്പേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ലെഗ് ആംഗിൾസ് വിത്ത് ഫിഗേഴ്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ ലെഗ് ആംഗിൾ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ആൻ ആംഗിൾ തന്നെയായിരിക്കും. സോ ഈ ആംഗിളിൻ്റെ ലെഗ് ആംഗിളിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലെഗ് ആംഗിളിൻ്റെ യൂസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിലി ലോഡഡ് സ്ട്രക്ചറൽ മെമ്പേഴ്സ് വരുന്നതാണ്. നമുക്കറിയാം ഏതൊരു മെമ്പർ ആണെങ്കിലും ആ മെമ്പർ അതിൽ വരുന്ന ലോഡ് ട്രാൻസ്ഫർ ചെയ്യണം ത്രൂ ദി കണക്ഷൻസ്. സോ അങ്ങനെ കണക്ഷൻ ചെയ്യുമ്പം നമ്മൾ ഹെവിലി ലോഡഡ് മെമ്പേഴ്സ് ആകുമ്പം കണക്ഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. അതായത് കണക്ഷൻ്റെ ലെങ്ത് ഒരുപാട് കൂടുതലായിരിക്കണം എങ്കിൽ മാത്രമേ പ്രോപ്പർ ലോഡ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ അധികം പോസിബിൾ അല്ലെങ്കിൽ ലെങ്ത് ഇത്രയും ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഗ് ആംഗിൾ യൂസ് ചെയ്യാം. ലെഗ് ആംഗിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ കണക്ഷൻ്റെ ലെങ്ത് കുറച്ച് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ള ഗസറ്റ് പ്ലേറ്റിലോട്ടാണ് നമ്മൾ ഈ മെമ്പർ കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ കണക്ഷൻ്റെ ലെങ്ത് കുറച്ചിട്ട് സാധ്യമാവും. സോ ഇവിടെ ഒരു ആംഗിൾ മെമ്പർ ലെഗ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ കണക്ഷൻ കുറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഐ സെക്ഷനാണ്. ഐ സെക്ഷൻ്റെ രണ്ട് സൈഡിലും ലെഗ് ആംഗിൾ കണക്ട് ചെയ്യുന്നു. സോ ലെഗ് ആംഗിൾ എന്ന് പറയുന്നത് സിമ്പിൾ ഒരു ആംഗിൾ ആണ്. അത് ഹെവിലി ലോഡഡ് മെമ്പേഴ്സ് വരുമ്പോൾ ആ ഗസറ്റ് പ്ലേറ്റിൻ്റെ ഏരിയ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ ഈ ഫിഗറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ചോദിക്കാറുണ്ട് 6 മാർക്ക്. നെക്സ്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ടെൻഷൻ മെമ്പറിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ക്ലോസ് 6.2, 6.3, 6.4 ഓഫ് പേജ് 32 to 34 ഓഫ് IS 800 ആണ്. അതായത് ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്ഷൻ 6 ആണ്. ആ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒന്ന് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ, അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ, മറ്റൊന്ന് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ഈ 3 പോസിബിൾ മോഡ്സ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. ഒന്നെങ്കിൽ ഗ്രോസ് ഈൽഡിംഗ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ റപ്ചർ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോക്ക് ഷിയർ കൊണ്ടുണ്ടാവാം. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻ എഴുതി ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. പാർട്ട് സിയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ടെൻഷൻ മെമ്പറും കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒരിക്കലും ടെൻഷൻ മെമ്പർ മാത്രമായിട്ടോ അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പർ മാത്രമായിട്ടോ ആയിരിക്കില്ല ചോദിക്കുന്നത്, മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഒരു ടെൻഷൻ മെമ്പറിൻ്റെ ക്വസ്റ്റിനും ഒരു കംപ്രഷൻ മെമ്പറിൻ്റെ ക്വസ്റ്റിനോട് ചേർന്നതായിരിക്കും ഒരു സെക്ഷൻ. അതുപോലെ തന്നെ ഓറിനകത്ത് വീണ്ടും ഒരു ടെൻഷൻ മെമ്പറും ഒരു കംപ്രഷൻ മെമ്പറും ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരെണ്ണം മാത്രമായിട്ട് പഠിക്കാതെ രണ്ടും പഠിക്കാം. നമുക്ക് ടെൻഷൻ മെമ്പേഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സിംഗിൾ ആംഗിൾ സെക്ഷൻ ISA 200/100/15 is connected to a gusset plate of 12 mm thick by fillet weld of 4 mm size. Determine the design strength with the Fy equal to 300 Newton/mm square, Fu equal to 400 Newton/mm square and the length of the weld is 240 mm. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്രഷൻ മെമ്പറിൻ്റെ വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സെറ്റപ്പ് വേണമെങ്കിൽ വരാം. സോ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുക പ്രോപ്പറായിട്ട്. ഇത് എന്ത് ടൈപ്പാണ്, അതായത് ടെൻഷൻ മെമ്പറാണോ കംപ്രഷൻ മെമ്പറാണോ. മൊഡ്യൂൾ 1 വരുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ ദി വെൽഡ് എന്നായിരിക്കും പറയണത്. സോ സെക്കൻഡ് ഇതിനകത്തോട്ട് വരുമ്പം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ടെൻഷൻ മെമ്പർ അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി കംപ്രഷൻ മെമ്പർ എന്ന് വരും. സോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ, അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് കയറി അറ്റൻഡ് ചെയ്യരുത്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. ആ ഗസറ്റ് പ്ലേറ്റിനകത്ത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ, അതായത് 200/100/15 mm കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ടെൻഷൻ മെമ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ്റെ ടെൻഷൻ കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു മെമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റീൽ ടേബിൾ നോക്കി എഴുതുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതുന്നു. ഗസറ്റ് പ്ലേറ്റിന് അത്ര ഫംഗ്ഷൻ ഇല്ല. 4 mm സൈസ് വെൽഡ് നമുക്കറിയാം. Fy equal to 300 Newton/mm square. തന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ Fy equal to 250 എടുക്കുക. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഡേറ്റയാണ് Fu equal to 400 Newton/mm square എന്ന് പറയുന്നത്. സോ ഇതിന് സ്റ്റീലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് Fu equal to 400 Newton/mm square. ലെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് പറയുന്നത് 240 mm എന്ന് പറഞ്ഞ ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. സോ ഈ കേസിൽ ഈ 240 mm എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ സാധാരണ കൊടുക്കുന്ന ലെങ്ത്ത് ആണ് തന്നിരിക്കുന്നത്, 240 mm എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ ഡേറ്റ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ടെൻഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിംഗ്, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ, അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ഇതിലെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിംഗ് ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നു. സോ അതിനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോഡിലെ 6.2 എന്ന് പറയുന്ന പ്രൊവിഷനിൽ നോക്കി നമ്മൾ AG × Fy/Γ m0 എന്ന് പറയുന്ന പ്രൊവിഷൻ എടുക്കുന്നു. ഇതിനകത്ത് Fy എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ആണ്, AG എന്ന് പറയുന്നത്
സെക്ഷൻ്റെ ഗ്രോസ് ഏരിയ ആണ്. അത് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന വാല്യൂ ആണ്. 4278 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ്. γm0 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ yielding ആണ്. സോ അത് ടേബിൾ 5 നിന്നാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഗ്രോസ് yielding ഓഫ് സെക്ഷൻ ഹെഡ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ആണ്. സോ അതിനായിട്ട് നമ്മൾ ആംഗിൾ സെക്ഷൻ്റെ പ്രൊവിഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്ലേറ്റ് ആണ്. സോ ഇതിന് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ആംഗിൾ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ കാണാൻ പറ്റും. സോ ഈ സിംഗിൾ ആംഗിളിൻ്റെ പ്രൊവിഷനാണ് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. സിംഗിൾ ആംഗിളിൻ്റെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇക്വേഷനകത്ത് ഓരോ പാരാമീറ്റർ എന്താണെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നോക്കി മനസ്സിലാക്കാം. അതിനകത്ത് ബീറ്റ എന്ന് പറയുന്ന ഫാക്ടർ എന്താണെന്നുള്ളതും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ അതിനകത്ത് ബീറ്റ എന്ന് പറയുന്ന ഫാക്ടർ ആദ്യം ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് നോക്കിയിട്ടുണ്ട്. 1.4 മൈനസ് 0.076 ഇൻറ്റു W എന്ന് പറയുന്നത് ഇതൊരു ബോൾട്ടഡ് സെക്ഷനാണ്, ഇതൊരു വെൽഡഡ് സെക്ഷനാണ്. സോ നമ്മുടെ ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത് ഫുള്ളി വെൽഡഡ് ആണ്. ഈ ഒരു കേസ് നിങ്ങളുടെ സിലബസിലേ ഇല്ല. സോ നിങ്ങൾ വെൽഡഡ് സെക്ഷൻ മാത്രം നോക്കിയാൽ മതിയാവും. ഇതിനകത്ത് W എന്ന് പറയുന്നത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് W എന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. സോ ഒരു ആംഗിൾ സെക്ഷൻ്റെ ഇത് കണക്റ്റഡ് ലെഗും ഇത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗും എന്നാണ് പറയുന്നത്. IS 200/100/15 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അൺഈക്വൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോങ്ങസ്റ്റ് ലെഗ് വെച്ചിട്ടായിരിക്കും ഇതിനെ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലെഗ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലെഗ് ആയിരിക്കും. സോ 200 mm ആയിരിക്കും ഇവിടെ കണക്ട് ചെയ്യുന്നത്. W അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100 mm ആയിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ W എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗാണ്. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി ആംഗിൾ ആണ്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് FY/FU. FY എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ് ആണ്. FU എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. BS എന്ന് പറയുന്നത് ഷിയർ ലാഗ് വിഡ്ത്ത് ആണ്. ഷിയർ ലാഗ് വിഡ്ത്ത് ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെൽഡഡ് സെക്ഷൻ മാത്രം നോക്കിയാൽ മതി. വെൽഡഡ് സെക്ഷൻ്റെ കേസിൽ BS അല്ലെങ്കിൽ ഷിയർ ലാഗ് വിഡ്ത്ത് എന്ന് പറയുന്നത് W ഇറ്റ്സെൽഫ് ആയിരിക്കും. സോ അത് 100 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് LW എന്ന് പറയുന്നത് നിങ്ങളുടെ വെൽഡിൻ്റെ ലെങ്ത് ആയിരിക്കും. സോ അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 240 mm. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ കിട്ടും. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ കപ്പാസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ANCയും അതുപോലെ തന്നെ AGOയും ഉണ്ട്. സോ ANC എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി കണക്റ്റഡ് ലെഗ് ആണ്. നമുക്കറിയാം കണക്റ്റഡ് ലെഗ് എന്ന് പറയുന്നത് അതിൻ്റെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലെഗാണ്. അതായത് 200 mm ലെങ്ത് ഉള്ള ലെഗ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ANC എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെഗിൻ്റെ ലെങ്ത്ത് മൈനസ്, അതായത് 200 മൈനസ് ആ ആംഗിൾ സെക്ഷൻ്റെ തിക്നെസ് ബൈ 2, അതായത് ടോട്ടൽ ലെഗ് ലെങ്ത്ത് മൈനസ് T/2. ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. L - T/2 ഇൻറ്റു T. ഇതാണ് ഇക്വേഷൻ. സോ 200 മൈനസ് 15/2. 15 എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഇൻറ്റു 15 ആയിരിക്കും കണക്റ്റഡ് ലെഗിൻ്റെ ഏരിയ. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 100 മൈനസ് അതർ ലെഗാണ് യൂസ് ചെയ്യുന്നത്. 100 മൈനസ് 15/2 ഇൻറ്റു 15. സോ നമുക്ക് AGOയും കിട്ടും. സോ ഇത്രയും ഫാക്ടേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ കപ്പാസിറ്റിയും റപ്ചറും ലഭിക്കും. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 ഇക്വേഷനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഇക്വേഷൻ നിങ്ങൾ എഴുതുക. 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. സോ അതിനായിട്ട് AVG AVN എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ATG ATN എന്ന് പറയുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. AVG AVN എന്ന് പറയുന്നത് മിനിമം ഗ്രോസ് ആൻഡ് നെറ്റ് ഏരിയ ഇൻ ഷിയർ അലോങ് ദി ബോൾട്ട് ലൈൻ പാരലൽ ടു ദി എക്സ്റ്റേണൽ. അതായത് പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ സെക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള സെക്ഷൻ്റെ ഏരിയയാണ് നമ്മൾ AVG അല്ലെങ്കിൽ AVN ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലെ ഈ സെക്ഷനിലെ ഏരിയയാണ് നമ്മൾ ടെൻഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ AVG AVN എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. നിങ്ങളുടെ ടോപ്പിലും ബോട്ടത്തിലും 240 mm ലെങ്ത്തിൽ നിങ്ങൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. 4 mm സൈസ് വെൽഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് AVG AVN എന്ന് പറയുന്നത് 240, ടോപ്പിലും ബോട്ടത്തിലും 240 mm ലെങ്ത്തിൽ വെൽഡ് പിക്ചറിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ട്. സോ 240 ഇൻറ്റു 4 ആണ് ഇവിടെ താഴെ, അതുപോലെ തന്നെ 240 ഇൻറ്റു 4 ആണ് മുകളിൽ. സോ ടോട്ടൽ 240 ഇൻറ്റു 2 ഇൻറ്റു 4 ആയിരിക്കും നിങ്ങളുടെ AVG AVN എന്ന് പറയുന്നത്. സോ ഏരിയ ഇൻ ഷിയർ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഏരിയ ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. 2 സൈഡിൻ്റെയും എൻഡിലായിട്ട്, അതായത് ഈ ഒരു പോർഷൻ ഇങ്ങനെയായിട്ട് നമ്മൾ വെൽഡ് ചെയ്യാറുണ്ട്. സോ നമുക്കറിയാം കണക്റ്റഡ് ലെഗിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 ആണ്. സോ ആ ലെഗിൻ്റെ ഫുൾ ഡെപ്തിൽ നമ്മൾ വെൽഡ് പ്രൊവൈഡ് ചെയ്യും. സോ ഏരിയ ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് 2 സൈഡിലെയും കൂട്ടുന്നുണ്ട്. സോ 200 ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. 200 ഇൻറ്റു വെൽഡ് സൈസ് അതായിരിക്കും ഒരു സൈഡിൽ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. സോ 200 ഇൻറ്റു 8 ആണ് ടോട്ടൽ. ATG ATN എന്ന് പറയുന്നത്. സോ ഈ 2 വാല്യൂസ്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം വാല്യൂസ് എല്ലാം നമ്മൾ ബ്ലോക്ക് ഷിയറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2 വാല്യൂസ് കിട്ടും. സോ ഈ 2 വാല്യൂസിലെ ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും നമ്മൾ ബ്ലോക്ക് ഷിയറിലെ ഡിസൈൻ സ്ട്രെങ്ത് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഗ്രോസ് ഈൽഡിങ്ങിലും റപ്ചറിലും അതുപോലെ തന്നെ ബ്ലോക്ക് ഷിയറിലും നമുക്ക് 3 ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. സോ ഈ ഔട്ട് ഓഫ് 3-ലെ ഏറ്റവും ലെസർ വാല്യൂ ആയിരിക്കും നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ടെൻഷൻ. ഈ കേസിൽ നമുക്ക് ഗ്രോസ് ഈൽഡിങ്ങിൽ കിട്ടിയത് 1166 ആണ്, റപ്ചറിൽ കിട്ടിയത് 1390 ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ഷിയറിൽ 2 വാല്യൂസ് കിട്ടിയായിരുന്നു. ഒന്നെന്ന് പറയുന്നത് 09.2, അതുപോലെ തന്നെ 787.53. സോ ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ 787.53 ആണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ടെൻഷൻ ഓഫ് ദി മെമ്പർ. സംടൈംസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ചില സമയത്ത് ഗ്രോസ് ഈൽഡിങ്ങിലും റപ്ചറിലും ഉള്ള സ്ട്രെങ്ത് മാത്രം കണ്ടുപിടിക്കാനായിട്ട് പറയാറുണ്ട്. എങ്കിലും ഈവൻ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ 3 ചെയ്യണമെന്നാണ്. അതായത് ഗ്രോസ് ഈൽഡിങ്, റപ്ചർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഷിയറും ചെയ്യണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. സോ ഇതിനകത്ത് മിനിമം വാല്യൂ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ടത്. ടെൻഷൻ മെമ്പറിൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ആംഗിൾ സെക്ഷന് പകരം ഒരു ടി സെക്ഷനാണ്. സോ ഈ ടി സെക്ഷൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ടെൻഷൻ കണ്ടുപിടിക്കാനാണ് പ്രോബ്ലം. സോ ഇതിനകത്ത് ചെയ്യുന്ന നോർമൽ സ്റ്റെപ്പ് തന്നെ ഉള്ളൂ. ഈ പർട്ടിക്കുലർ സ്റ്റീൽ സെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഡിസൈൻ സ്ട്രെങ്തിൻ ഈൽഡിങ് കണ്ടുപിടിക്കുന്നു, ഡിസൈൻ സ്ട്രെങ്തിൻ റപ്ചർ കണ്ടുപിടിക്കുന്നു. സോ ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ആംഗിൾ സെക്ഷൻ്റെ പ്രൊവിഷൻ തന്നെയാണ് നിങ്ങൾ റപ്ചറിൽ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്തെ ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഒരു BS എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. സോ ആ ഫാക്ടർ എന്ന് പറയുന്നത് W ആയിരുന്നു നിങ്ങളുടെ ആംഗിൾ സെക്ഷൻ്റെ കേസിൽ. ഇവിടെ ഫിഗർ ലാഗ് വിഡ്ത്ത് എന്ന് പറയുന്നത് W + BF/2 - TF/2 എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഇക്വേഷനാണ് വന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻ നിങ്ങളുടെ കോഡിലില്ല. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ടി സെക്ഷൻ്റെ കേസിൽ. സോ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഫാക്ടർ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കീപ്പിംഗ് ദ ലെങ്ത് ഓഫ് ദി കണക്ഷൻ ഈക്വൽ ടു ദി വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് സെക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇവിടെ ലെങ്ത് ഓഫ് ദി വെൽഡ് അല്ലെങ്കിൽ LW എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സെക്ഷൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്തിന് ഈക്വൽ ആയിട്ടായിരിക്കും. അതായത് 150 mm തന്നെയായിരിക്കും നിങ്ങളുടെ ലെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു ക്വസ്റ്റിനകത്തുള്ളൂ. ബാക്കി ഡിസൈൻ സ്ട്രെങ്ത് ഈൽഡിങ് ഈവൻ ബ്ലോക്ക് ഷിയർ ആണെങ്കിൽ പോലും നിങ്ങളെ പഴയ പ്രോബ്ലം പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ആ ടി സെക്ഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇൻവേർട്ടഡ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ആൻഡ് എൻഡ് ഫില്ലറ്റ് വെച്ചിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സെക്ഷൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ് ഈ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ടെൻഷൻ മെമ്പറിൻ്റെ കേസിൽ ഇത്ര നമുക്ക് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കംപ്രഷൻ മെമ്പേഴ്സിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് ഐ സെക്ഷൻസ് ഉണ്ട്, ആംഗിൾ സെക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് സെക്ഷൻ, അങ്ങനെ പറഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ISHP 300 അറ്റ് 579 Nm/m അതിൻ്റെ വെയിറ്റ് ആണ്. കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ പിൻഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. FY തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് STE തന്നിട്ടുണ്ട് 2 × 10⁵ Nm². സോ ഇങ്ങനെ ഒരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ISHP 300 അറ്റ് 577-ൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റാസും ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം എൻ കണ്ടീഷൻസ് ബോത്ത് എൻഡ്സ് പിൻഡ് ആണെന്നുള്ളത്. സോ ടേബിൾ 11 പേജ് നമ്പർ 45-ലെ എഫക്റ്റീവ് ലെങ്ത് ഓഫ് പ്രിസ്മാറ്റിക് കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ ബോത്ത് എൻഡ്സ് പിൻഡ് ആണെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L എന്നാണ്. നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു പോസിബിൾ ഇതല്ലാതെ എക്സ്പ്ലനേഷൻ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. അതായത് ബോത്ത് എൻഡ്സ് ആർ റിസ്ട്രൈൻഡ് അഗെയിൻസ്റ്റ് ട്രാൻസ്ലേഷൻ ആൻഡ് ഫ്രീ ഫോർ റൊട്ടേഷൻ. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ആയിരിക്കും പറയുന്നുണ്ടെങ്കിലും അത് പിൻഡൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ പിൻഡൻ്റ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് KL എന്ന് പറയുന്നത് L തന്നെ ആയിരിക്കും. സോ 3 മീറ്റർ, അതായത് 3000 mm ആയിരിക്കും. സോ ISHP സെക്ഷന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 7484 mm² ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഇതിൻ്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനും കണ്ടുപിടിക്കാവുന്നതാണ്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ 51.8 mm. സോ അതിനകത്ത് ആദ്യം എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുക, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. സോ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനുള്ള ഡയറക്ഷനിലായിരിക്കും ഈ സെക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ബക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ RYY ആണ് നിങ്ങൾക്ക് ഇവിടെ R മിനിമം ആയിട്ട് കിട്ടുന്നത്. ബക്ലിംഗ് എന്ന് പറയുന്നത് അലോങ് ദി YY ആക്സിസ് ആയിരിക്കും. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബക്ലിംഗ് ക്ലാസ് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ടേബിൾ 10 ആണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ 10-ലെ ബക്ലിംഗ് ക്ലാസ് ചൂസ് ചെയ്യാനായിട്ട് ആദ്യം H/BF കണ്ടുപിടിക്കും. H/BF കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1.2 ആണ്. 1.2. അതുപോലെ തന്നെ TF എന്ന് പറയുന്നത് ഫ്ലാഞ്ച് വിഡ്ത്ത് <40 mm ആണ്. സോ ഈ ഒരു പ്രൊവിഷനാണ് വരുന്നത്. അതിനകത്ത് ബക്ലിംഗ് അലോ Z ആക്സിസും ഉണ്ട്, YY ആക്സിസും ഉണ്ട്. സോ R മിനിമം എന്ന് പറയുന്നത് നമുക്ക് വന്നത് RYY ആയതുകൊണ്ട് YY ആക്സിസിലായിരിക്കും ഇതിൽ ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ ഇതിൻ്റെ ബക്ലിംഗ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് B ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം. ബക്ലിംഗ് ക്ലാസ് നമ്മൾ B ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് ടേബിൾ 9B ഓഫ് IS 800 ആണ്. സോ ഇതാണ് നമ്മുടെ ടേബിൾ 9B ഓഫ് IS 800. സോ ഇതിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത്
KL/Rൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂസും ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് FY ആണ്. നമ്മുടെ കേസിലെന്ന് പറയുന്നത് FY 250 ആണ്. സോ FY 250 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. സോ FY 250യും നമ്മുടെ വാല്യൂ KL/R എന്ന് പറയുന്നത് KL/R മിനിമം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 57.91 ആണ്. സോ 57.91നും FY = 250ക്കും നമ്മൾ ഈ ടേബിളിൽ നിന്നും ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് FCD കണ്ടുപിടിക്കുന്നത്. സോ ആ FCD കണ്ടുപിടിക്കാനായിട്ട് 57.91 എന്ന് പറയുന്നത് 50ക്കും 60ക്കും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ 250യുടെ വാല്യൂസ് നോക്കുക. 250ക്ക് 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 194ഉം അതുപോലെ തന്നെ 181 ആണ് 60ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ 57.91നുള്ളത് അത് നിങ്ങൾ ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂ എനിക്ക് കിട്ടുന്നത് 183.717 Nm/mm² ആണ്. സോ FCDയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി കോളം എന്ന് പറയുന്നത് FCD ഇൻറ്റു ഗ്രോസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദി കോളം കിട്ടും. സോ ഇത് എളുപ്പം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കംപ്രഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈൻ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ആംഗിൾ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈനാണ്. ഇത് വേണമെങ്കിൽ ഡിറ്റർമിൻ ദി ആക്സിയൽ കപ്പാസിറ്റി ആണെങ്കിലും വരാം. ഡിസൈൻ എ സിംഗിൾ ആംഗിൾ സ്റ്റഡ് കണക്റ്റഡ് ടു എ ഗസറ്റ് പ്ലേറ്റ് ടു ക്യാരി എ 180 kN ഫാക്ടേർഡ് ലോഡ്. ദ ലെങ്ത് ഓഫ് ദി സ്റ്റഡ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് കണക്ഷൻ ഈസ് 3 meters. സോ ഈ ഒരു പോസിബിലിറ്റിയും നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കിത് കംപ്രഷൻ മെമ്പർ ആണോ ടെൻഷൻ മെമ്പർ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം. ഇതിനകത്ത് കംപ്രഷൻ മെമ്പർ ആണെന്നുള്ള ആകെ ഇതെന്ന് പറയുന്നത് ഇവിടെ സ്റ്റഡ് എന്ന് പറയുന്നതാണ്. സ്റ്റഡ് എന്ന് പറയുന്ന ഒരു കംപ്രഷൻ മെമ്പർ ആയതുകൊണ്ട് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് കംപ്രഷൻ മെമ്പറിൻ്റെയാണ്. ഗസറ്റ് പ്ലേറ്റിൽ ഒരു ആംഗിൾ കണക്ട് ചെയ്യുന്ന പോസിബിലിറ്റി എവിടെ വേണമെങ്കിലും വരാം. അത് ടെൻഷൻ മെമ്പറിൽ വരാം, വെൽഡിൻ്റെ പ്രോബ്ലത്തിൽ വരാം, ഇവിടെ കംപ്രഷൻ മെമ്പറായിട്ട് വരാം. സോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സോ ഈ സ്റ്റഡ് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് കംപ്രഷൻ മെമ്പറാണെന്ന് ഉറപ്പിക്കാം. സോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മളൊരു FCD ബേസിക് ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. അതിനകത്ത് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ആംഗിൾ സെക്ഷൻ 90 MPa അല്ലെങ്കിൽ 90 Nm/mm², അതുപോലെ തന്നെ ഐ സെക്ഷന് 135 Nm/mm², അതുപോലെ തന്നെ ബിൽട്ടപ്പ് സെക്ഷന് 200 Nm/mm² ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. സോ ഈ പ്രോബ്ലം നമ്മുടെ ആംഗിൾ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന FCDയുടെ വാല്യൂ 90 Nm/mm² അല്ലെങ്കിൽ 90 MPa ആണ്. ഗ്രോസ് ഏരിയ ഓഫ് കംപ്രഷൻ മെമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫാക്ടേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ അസ്യൂംഡ് FCD ആണ്. സോ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് 180 × 10³ Newton ഡിവൈഡഡ് ബൈ 90 Nm/mm². കോളത്തിൻ്റെ ഗ്രോസ് ഏരിയ ആണ് കിട്ടുന്നത്. സോ കോളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2000 mm² ആണ്. സോ ഇതിനേക്കാളും അടുത്ത ഏരിയ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ സ്റ്റീൽ ടേബിൾ നോക്കി കണ്ടുപിടിക്കും. 130 × 130 / 8 mm ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2022 mm² ആണ്. സോ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്ഷൻ എടുക്കാവുന്നതാണ്. ഇവൻ ഈക്വൽ ആംഗിൾ എടുക്കാം, അൺഈക്വൽ ആംഗിൾ എടുക്കാം. സോ ആ രീതിയിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന സെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആരും ഒന്നും കുറ്റം പറയത്തില്ല. നിങ്ങൾ സ്റ്റെപ്സ് കറക്റ്റായാൽ മാത്രം മതി. സോ IS ആംഗിൾ അഡോപ്റ്റ് ചെയ്തത് 130 × 130 / 8 mm, ഏരിയ എന്ന് പറയുന്നത് 2022 mm² ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീൽ ടേബിളിൽ തന്നെ കിട്ടുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ആ ആംഗിൾ സെക്ഷന് ഒരുപാട് റേഡിയസ് ഓഫ് ഗൈറേഷൻസ് ഉണ്ട്. RXX, RYY, RVV, RUU അങ്ങനെ പറഞ്ഞ ഒരുപാട് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉണ്ട്. അതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 25.5 mm എന്ന് പറയുന്നത്. എത്ര ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്ത് എടുക്കുന്നത്. ഈ മെമ്പറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ ഒരു സിംഗിൾ ബോൾട്ട് കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത്ത് എല്ലായിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്. ഇവൻ 2 ബോൾട്ട് ടോപ്പിലും ബോട്ടത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.85 എല്ലായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ടോപ്പിലും ബോട്ടവും വെൽഡ് ആണെന്നുണ്ടെങ്കിൽ 0.75 എല്ലാണ് KL ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ബോൾട്ട് വെച്ചിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കണ്ടീഷൻ എടുക്കുന്നു. സോ അതുകൊണ്ട് KL എന്ന് പറയുന്നത് 0.85 എല്ലായിരിക്കും. സോ 0.85 × 3000. സോ അങ്ങനെ KL കിട്ടി. KL/, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് KL/R അതുപോലെ തന്നെ FY എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 250 അസ്യൂം ചെയ്യാം. 250 Nm/mm² അസ്യൂം ചെയ്യാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ആംഗിൾ സെക്ഷൻ്റെ കേസിൽ അത് ബക്ലിംഗ് ക്ലാസ് C ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IS 800-ലെ ടേബിൾ 9C ആണ് നമ്മൾ ഇതിനായിട്ട് റെഫർ ചെയ്യുന്നത്. KL/Rൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയി ഈ വാല്യൂവിനും KL/R വാല്യൂ 100-നും FY 250-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCD നോട്ട് ചെയ്യും. KL/R 100-നും FY 250-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCD എന്ന് പറയുന്നത് 107 Nm/mm² ആണ്. ഡിസൈൻ ആക്സിയൽ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ 107 മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ഏരിയ, അതായത് ഈ കണ്ടുപിടിച്ച ഏരിയ അല്ല,
നമ്മുടെ ഈ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്ത സെക്ഷൻ്റെ സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് ഏരിയ. സോ അതായിരിക്കണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2022 ആണ് നമ്മുടെ സെക്ഷൻ്റെ ഏരിയ. സോ ആ വാല്യൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ കപ്പാസിറ്റി കിട്ടും. ഈ വാല്യൂ നിങ്ങളുടെ ഫാക്ടറിയുടെ ലോഡ് 180 കിലോമീറ്ററിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷൻ സേഫാണ്. ഇനി കംപ്രഷൻ മെമ്പറിലെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ഗസറ്റ് പ്ലേറ്റിൽ നമ്മൾ ആദ്യം നോക്കിയത് ഒരു ഗസറ്റ് പ്ലേറ്റിൽ ഒരു സൈഡ് ഒരു ആംഗിളായിട്ടുള്ളതാണ്. ഇനി ഒരു ഗസറ്റ് പ്ലേറ്റിൽ രണ്ട് സൈഡിലും ആംഗിൾ കണക്ട് ചെയ്യുന്നത്, അതായത് ഈ ഒരു കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. സോ ഈ കേസിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നതിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. സോ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് 2 ആംഗിൾ ബോത്ത് സൈഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ അതെടുക്കാൻ. ഇവിടെ കാണുന്നത് സ്റ്റീൽ ടേബിളിലെ ഒരു പ്രൊവിഷനാണ്. പ്രോപ്പർട്ടീസ് ഓഫ് 2 ആംഗിൾസ് ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്ന പ്രൊവിഷനാണ് ഞാൻ നോക്കുന്നത്. സോ ഇതിൽ നിന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൻ്റെ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ISA 100/100/6 ആണ്. 100/100/6ൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് 3.09. സോ ഇവിടെ നിന്നായിരിക്കണം അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആംഗിളിൻ്റെ മാത്രം, ഒരു സിംഗിൾ ആംഗിളിൻ്റെ മാത്രമല്ല അഡോപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ആംഗിൾ ഗസറ്റ് പ്ലേറ്റുമായിട്ട് ബോത്ത് സൈഡ് വെൽഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് അഡോപ്റ്റ് ചെയ്യുന്നത് 0.7L ആയിരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ടത്. 0.7 ടൈംസ് ലെങ്ത് എന്ന് പറയുന്നത് 3000 ആണ്. സോ അങ്ങനെ KL/R കണ്ടുപിടിക്കുന്നു. KL/Rന് FOയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ FCD വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ FCD വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഗ്രോസ് ഏരിയ ചെയ്യുമ്പോൾ ഇവിടെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആംഗിൾ, ഓരോ ആംഗിളിൻ്റെ ഏരിയ നിങ്ങൾക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. ഓരോ ആംഗിളിൻ്റെ ഏരിയ 1167 ആണ്. സോ 2 × 1167 ചെയ്യുമ്പോൾ 2 ആംഗിളിൽ കിട്ടും, ഇൻറ്റു FCD മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഡിസൈൻ ആക്സിലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്.